പൂർണ്ണമായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. ഇതുവരെ ലഭിച്ച ഫലസൂചനകൾ UDFന് കേരള ജനത ചരിത്ര വിജയം നൽകുന്നു എന്നതാണ്. അതിനുള്ള സന്തോഷവും ജനങ്ങളോടുള്ള നന്ദിയും ഞങ്ങള് ആമുഖമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്, പറയുകയാണ്. കേരള ജനതയ്ക്ക് UDFന്റെ നന്ദി. ഏറ്റവും അവസാനത്തെ റിസൾട്ട് കൂടി വന്ന് തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്തുകൊണ്ട് AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളെ സഹായിച്ച AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാജിയുണ്ട്, രമേശ്ജിയുണ്ട്, തരൂർജിയുണ്ട്, കൊടിക്കുന്നേലുണ്ട്, UDF കൺവീനർ അടൂർ പ്രകാശുണ്ട്. ഞങ്ങളെല്ലാവരും ജനങ്ങൾക്കുള്ള നന്ദി ഒറ്റ വാക്കിൽ മാത്രം സൂചിപ്പിക്കുന്നു. പിന്നീട് വിശദമായിട്ട് മാധ്യമങ്ങളെ കണ്ട് ഞങ്ങള് നന്ദി അറിയിക്കുന്നതാണ്. We are much thankful to the Kerala people for having us give a thumping victory in the Legislative Assembly election. This is a repetition of what has happened in the local body. This is a clear verdict against the LDF for their anti-people activities and policies taken. We are very much thankful for the Kerala public and Kerala voters. Thank you very much. Yes. നന്ദി നന്ദി നന്ദി, കേരളമേ നന്ദി. ഈ വലിയ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് നന്ദി. ഈ രണ്ട് വാക്കിൽ ഒതുക്കുകയാണ് KPCC അധ്യക്ഷൻ. ഇനി കാര്യമായി പിന്നീട് പ്രതികരിക്കാമെന്ന് പറയുന്നു. നേതാക്കളൊക്കെയും നിരന്നിരുന്നുള്ള വാർത്താ സമ്മേളനം VD സതീശൻ ഉണ്ടായിരുന്നു. ഇപ്പതേ പുറത്തേക്ക് നിൽക്കുന്നു. VD സതീശൻ ഉണ്ടായിരുന്നു അവിടെ, സംസാരിച്ചില്ല. അതെ, KCയുടെ തൊട്ടടുത്ത് VD സതീശൻ ഉണ്ടായിരുന്നു. ടീം UDF ആയി ഇരുന്നു തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നന്ദി പറഞ്ഞു. അത് KPCC പ്രസിഡന്റ് തന്നെ ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ വാർത്താ സമ്മേളനം അവർ അവസാനിപ്പിക്കുകയാണ്. ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ നേതാക്കൾ പ്രതികരണം പിന്നീട് നടത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചെങ്ങന്നൂരിൽ സജി ചെറിയാന്റെ ലീഡ് കുറയുന്നുണ്ട് കേട്ടോ. അതിനൊപ്പം തന്നെ J. സുധാകരന്റെ ലീഡ് 6018 ഉയർന്നിട്ടുണ്ട്.